സീനിയർ പ്രസിഡന്റ് ജ്യോതി തോമസ് സാറിന്റെ ആന്തരിക സമ്മേളനം നടത്തപ്പെടുന്നത് സൺഡേ സ്കൂളിന്റെ വളർച്ചയ്ക്ക് നമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് മാതൃകയായിട്ടുള്ള ഈ അസുഖ സമയം എല്ലാവർക്കും പ്രചോദനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞങ്ങളുടെ അനുസ്മരണം ഓർമ്മിക്കുന്ന ഈ ദിവസം കുഞ്ഞങ്ങളുടെ ജീവിത മാതൃക അനുസരിച്ച് എല്ലാവർക്കും അതുപോലെ ജീവിക്കാൻ ശ്രമിക്കാം. ജ്യോതി സാറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സൺഡേ സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ഉണർവ് ലക്ഷ്യബോധം നൽകാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അധ്യാപകർക്കും വിശിഷ്ട അതിഥികൾക്കും സഹപാഠികൾക്കും ഈ വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. ആഘോഷിക്കാം. സ്നേഹപൂർവ്വം ഈ പരിപാടിയുടെ തുടക്കം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. നന്ദി. സ്നേഹമുള്ള അധ്യാപകരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നിന്റെ സദാനങ്ങൾ എന്ന എല്ലാ വൈകുന്നേര വിഭാഗത്തിലെ പ്രവർത്തനം ആഘോഷമാക്കിയായി സ്വീകരിച്ചുകൊണ്ട് ഭാരതമൊട്ടാകെ പ്രതിഷ്ഠ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. വൈവിധ്യമായതിനെ സംബന്ധിച്ച് അനേകർക്ക് ജ്ഞാനത്തെയും പ്രചോദനവും പ്രേരണയും പ്രിയജനാഭിമുഖ്യം കൊണ്ട് നൽകിയ കുഞ്ഞേറ്റം എന്ന ആ ബാല്യങ്ങളെ തുള്ളിപ്പോകാതെ അമ്മയുടെ പിന്നാലെ നടന്നു നടക്കാമെന്നത് യുദ്ധങ്ങളിൽ വിഷ്ണുഭക്തത്തിലേക്കുള്ള അമ്മ പതിവായി പറഞ്ഞു കൊടുക്കുന്നു. 13 വയസ്സുകളിൽ തന്റെ ചേച്ചി സിസ്റ്റർ വീട്ടുകാർ ബാധിമാരിയായ അൽഫോൻസാവിനെ എബ്രാഹിം നിറവേറ്റായിരുന്നു. 1946 അൽഫോൻസാവ് മരിക്കുന്നതിനുള്ള സൗഹൃദം യുവാവായ എബ്രാഹിമിന് മുന്നിൽ ഒരു വലിയ മിഷനെ സൃഷ്ടിച്ചു. മിഷണറിമാർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും അവരെ സഹായിക്കണമെന്നും എപ്പോഴും പറഞ്ഞിരുന്ന അൽഫോൻസാവ് നൽകിയ പ്രചോദനം ഏറ്റുവാങ്ങി 1947 ഒക്ടോബർ 3-ാം തീയതി രൂപീകരിച്ച ചെറുപുഷ്പ വിശേഷിക്കുന്ന ആത്മാവ് പ്രേക്ഷിത സംഘടന ഇന്ന് ലോകമുഴുവൻ വളർന്നു പതിച്ച് ഫലം നൽകി നിൽക്കുകയാണ്. ഏറ്റവും വലിയ കത്തോലിക്ക ആത്മാവ് സംഘടനയായ ചെറുപുഷ്പ വിശേഷിക്കുന്നതും പ്രചോദനമെടുക്കൊണ്ട് ദൈവബലം സ്വീകരിച്ച അനേകം മെത്രാന്മാരും വൈദികരും ആയിരക്കണക്കിന് സന്യാസിനികളും സമർപ്പണ ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നു. നരക്കതായും സഞ്ചിയും ഘടകമൊന്നും ശക്തിമിട്ട് നഗ്നബോധനായി ഒരു തലമുറയുടെ രീതിയിലൂടെ കഥകൾ പറഞ്ഞ് പാട്ടുപാടി ഉപദേശങ്ങൾ നൽകി കടന്നുപോയ കുഞ്ഞേറ്റം തിരഞ്ഞെടുത്തത് നേരിട്ട വഴിയായിരുന്നു. കാരണവന്മാരുടെ കുഞ്ഞേറ്റൻ എപ്പോഴും പറഞ്ഞിരുന്നത് ഒരു വിശുദ്ധരാകണം എന്നായിരുന്നു. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്ന സ്വന്തം ജീവിത ദർശനത്തെ മിഷനീയത്തിന്റെ മുദ്രാവാക്യമായി മാറ്റി മുന്നേറ്റത്തെ മാതൃക അനുകരിച്ച് ഈശോയുടെ ലോകമാകും ഇന്ന് സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന അനീതി, അക്രമം, വർഗീയത ഇതൊക്കെതിരെ ശക്തമായി പോരാടുവാനും മറ്റുള്ളവരെ അകമറിഞ്ഞ് സഹായിക്കുവാനും കുഞ്ഞുഷ്ണന്മാരായ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തവേ ജീവിച്ചല്ലേ. നമ്മുടെ പ്രോഗ്രാമിൽ സംഘടിക്കുന്നത് കൂടുതൽ മധുരം വിനോദമാക്കുന്നതിനായി ക്ഷണിക്കുന്നു. ദൈവമേ സ്തുതി പാടിടും ഞാൻ,
ഓരോ ശ്വാസത്തിലും ദൈവമേ നിൻ നാമം വാഴ്ത്തിടും ഞാൻ. നിൻ സ്നേഹമാധുര്യം ആസ്വദിച്ചങ്ങനെ ഭൂമിയിൽ മലകയായി പാറിപ്പറക്കും വാനിലിടുതുമായി പാടി നടന്നിടും. ഓരോ നിമിഷവും ദൈവമേ നിൻ സ്തുതി പാടിടും ഞാൻ. ഓരോ ശ്വാസത്തിലും ദൈവമേ നിൻ നാമം വാഴ്ത്തിടും ഞാൻ. നിൻ സ്നേഹമാധുര്യം ആസ്വദിച്ചങ്ങനെ ഭൂമിയിൽ മലകയായി പാറിപ്പറക്കും വാനിലിടുതുമായി പാടി നടന്നിടും. പാറിപ്പറക്കും വാനിലിടുതുമായി പാടി നടന്നിടും. കരയുന്ന കണ്ണിലെ കണ്ണീരൊപ്പാൻ ഞാനിന്ന് പോയിടാം. നീറുന്ന നെഞ്ചിലെ ഭാരത്താൽ ഞാനിന്ന് കൂടിടാം. കരയുന്ന കണ്ണിലെ കണ്ണീരൊപ്പാൻ ഞാനിന്ന് പോയിടാം. നീറുന്ന നെഞ്ചിലെ ഭാരത്താൽ ഞാനിന്ന് കൂടിടാം. ചെയ്യുന്നതെല്ലാം ഈശോയ്ക്ക് വേണ്ടിയാണെന്നുള്ള ചിന്തയാ ആനന്ദത്തോടെ പുണ്യപ്രവർത്തികൾ ചെയ്തു നടന്നിടാം. ആനന്ദത്തോടെ പുണ്യപ്രവർത്തികൾ ചെയ്തു നടന്നിടാം. ഓരോ നിമിഷവും ദൈവമേ നിൻ സ്തുതി പാടിടും ഞാൻ. ഓരോ ശ്വാസത്തിലും ദൈവമേ നിൻ നാമം വാഴ്ത്തിടും ഞാൻ. നിൻ സ്നേഹമാധുര്യം ആസ്വദിച്ചങ്ങനെ ഭൂമിയിൽ മലകയായി പാറിപ്പറക്കും വാനിലിടുതുമായി പാടി നടന്നിടും. പാറിപ്പറക്കും വാനിലിടുതുമായി പാടി നടന്നിടും. അടുത്തതായി മറുപടി പ്രസംഗത്തിനായി സീനിയർ പ്രസിഡന്റ് ജോയിസ് സാറിനെ ക്ഷണിക്കുന്നു. സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മള് CML പ്രസിഡന്റിന്റെ അനുസ്മരണ ദിനമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അപ്പം കുഞ്ഞേട്ടനെ കുറിച്ച് രണ്ടു വാക്ക് പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട വികാരിച്ചൻ, കൊച്ചച്ചൻ, ബ്ലൂ ഗ്രൂപ്പ് അംഗങ്ങളെ, ലീഡേഴ്സ്, എലേന, റിയോ, പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞേട്ടൻ ശ്രീ PC അബ്രഹാം കല്ലാട്ടുകുട്ടൽ 1925 മാർച്ച് 19 അദ്ദേഹം മാസം തിരിയാതെ ജനിച്ചൊരു കുഞ്ഞാണ്. ബ്രഹ്മജ്ഞാനം അന്താളമരത്തിൽ പള്ളിയിൽ ഞാൻ സ്നാനം സ്വീകരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വളരെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട. ചെറുപ്പത്തിലെ ആരോഗ്യ പ്രശ്നം മൂലം വിദ്യാഭ്യാസം ആരംഭിക്കാൻ കുറച്ച് ലേറ്റായി. ബ്രഹ്മജ്ഞാനം കോണ്ടലിലേക്ക് ഈ പിള്ളേരുടെ ഫാമിലിയിൽ നിന്നും പാല് മറ്റും കൊണ്ടുപോയി കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അൽഫോൻസമയുമായി അടുത്ത ഒരു ബന്ധം ഉണ്ടായിരുന്നു. അൽഫോൻസമയ്ക്ക് കുഞ്ഞേട്ടൻ ഒരു കുഞ്ഞനിയനെ പോലെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു വൈദികനാവുന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഓർത്ത് മാതാപിതാക്കൾക്ക് അദ്ദേഹം വൈദികനാവുന്നതോട് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ വൈദികനാവുന്ന തീവ്ര ആഗ്രഹം മൂലം വീട്ടുകാർ അറിയാതെ കൊല്ലം തില്ലോനി കപ്പൂച്ചിൻ ആശ്രമത്തിൽ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ അവിടെ ഉള്ളവർ തന്നെ അദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. 1945 അദ്ദേഹം വിവാഹിതനായി 7 മക്കൾ അദ്ദേഹത്തിന് ദൈവം നൽകി. മാലധർമ്മലക്ഷൻ 2ാം തവണയും ഭരണങ്ങാനത്ത് അസിസ്റ്റന്റ് വികാരിയായി വന്ന സമയത്താണ് കുഞ്ഞേട്ടൻ മിഷൻ സംഘടന എന്നൊരു പുതിയ ആശയം സ്ഥാപിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായത്. തുടർന്ന് 7 പേരടങ്ങുന്ന ഒരു സംഘടന ഭരണങ്ങാനത്ത് രൂപീകരിച്ച് എലീനയെ കുറിച്ച് സംസാരിച്ചു. പിന്നീട് സംഘടന വളർന്ന് കുഞ്ഞേട്ടൻ നടത്തിയ പ്രവർത്തനങ്ങൾ പിന്നീട് ചരിത്രമായി മാറി. അതാണ് CMLന്റെ തുടക്കം. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച വികാരിസിനും ബ്ലൂ ഗ്രൂപ്പ് അംഗങ്ങൾക്കും നന്ദി പറയുന്നു. താങ്ക് യു. La la
പ്രസിഡന്റ് ജോബിൻ സാറിനെ ആദരിക്കാൻ തുടങ്ങുന്നു. അതിനായി ഗ്രൂപ്പ് ലീഡേഴ്സിനെ ക്ഷണിക്കുന്നു. ഞാൻ ഈ വേദിയിൽ സംസാരിക്കുന്നു. നമ്മുടെ പ്രിയ ജോബിൻ സാറിനെ ആദരിക്കുന്ന ഈ നിരന്തര അവസരത്തിൽ അഭിനന്ദന അവസരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ എന്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ജോബിൻ സാർ, നിങ്ങൾ നേതൃത്വം ദ്രവിച്ച് കുട്ടികളോടുള്ള സ്നേഹം ഇരട്ട തരത്തിൽ പറഞ്ഞ സാർ നിങ്ങൾക്കൊരു പ്രചോദനം നൽകട്ടെ. സാറിന്റെ വാക്കുകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ശാക്തീകരണം ലഭിക്കുന്നു. സാറിന്റെ പ്രവർത്തികളിൽ നിന്ന് എല്ലാവർക്കും ഒരു മാറ്റം കാണാൻ സാധിക്കുന്നു. സ്നേഹപ്പെടുന്ന ഓരോ പദ്ധതിയിലും വിശ്വസിച്ച് ദൗത്യപൂർവ്വമുണ്ട്. നമ്മുടെ സന്ദേശവും സേവന വിദ്യാർത്ഥികളെയും അധ്യാപകരുടെ മനസ്സിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതോടെ നിങ്ങളെ ഏറ്റുകൂടുകയും ചെയ്യും. ഇന്നേ നമുക്ക് സാറിനോടാണ് സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാനുള്ള അവസരമാണ്. സാറിന്റെ യാത്ര വിജയകരവും പ്രചോദനമാനേതുമായിരിക്കട്ടെ എന്നുള്ള അഭിമാനത്തിന്റെ ആത്മാർത്ഥ പ്രാർത്ഥനയുടെ ഭാഗമാണ് ഈ ഫെലിസിറ്റേഷൻ. സാർ, നിങ്ങളുടെ നേട്ടം കൂടുതൽ ഉയർന്നതിലേക്ക് പരിഹരിത്തെ ആശംസിക്കുന്നു. നന്ദി. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും എന്ന യേശുനാഥൻ ആഹ്വാനം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് 7 വയലിൽ തുടങ്ങി 7 വർഷത്തോളം ആൾക്കാരാൽ ഇന്ന് സജീവമായിരിക്കുന്ന ഈ അന്മായ സംഘടനയ്ക്ക് അംഗമാകാൻ പറ്റിയതിനോട് ഞാൻ നന്ദി പറയുന്നു. ഇനി ഞാൻ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഓർമ്മയിൽ സൂക്ഷിക്കുന്ന മനോഹര നിമിഷങ്ങൾ സമ്മാനിച്ച ഈ കൂടിച്ചേരലിന്റെ സമാപനത്തിലേക്ക് പോകുമ്പോൾ ഈ അനുഗ്രഹീത ദിവസത്തെ വിജയകരമാക്കി തീർത്ത എന്റെ എല്ലാ നല്ല മനസ്സുകൾക്കും ഞാൻ ഹൃദയമായിട്ട് നന്ദി അറിയിക്കുന്നു. ആദ്യമായി ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടി അനുഗ്രഹിച്ച നമ്മുടെ പ്രിയ ജോബിൻ തോമസ് സാറിന് ആഴമായ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. സാഹിത്യവും അങ്ങനത്തെ മനസ്സുകളും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രചോദനമാകും എന്നൊരു സംശയമില്ല. ഇതിനെ പ്രോഗ്ര മികവുള്ള രീതിയിൽ അവതരിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ നമ്മുടെ ഗ്രൂപ്പ് ലീഡേഴ്സിനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ കഴിവിൽ ആത്മാർത്ഥതയും നന്ദി അറിയിക്കുന്നു. സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു. ഇന്നീ വേദിയിൽ സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും അനുഗ്രഹ വചനവും കൊണ്ട് ഞങ്ങളെ ഈ ദിനത്തെ കൂടുതൽ സഫലമാക്കിയ ഞങ്ങൾ പ്രിയ ശിഷ്യാതിഥികൾക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇന്നീ പരിപാടിക്ക് എല്ലാം വിജയം ചെയ്തുകൊണ്ട് നടത്തിയത് നമ്മുടെ ഗ്രൂപ്പ് ലീഡേഴ്സ് ആണ്. അതുപോലെ ടീം അംഗങ്ങൾക്കും പങ്കെടുക്കുന്ന പ്രവർത്തകർക്കും ഞാൻ ഹൃദയമായിട്ട് നന്ദി പറയുന്നു. മിഷനിബന്ധമായ എല്ലാവരുടെയും ഓർമ്മകളിൽ ഈ സുദിനം നിറഞ്ഞെടുക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. സത്യകാവളം മുഴക്കി മുന്നേറുവിൻ, ചെമ്മഞ്ഞ കുടി പിടിക്കും കൈകളിൽ, ക്രിസ്തുവിനായി പണിയെടുക്കും കൈകളിൽ, വയലുകളിലെ വിളഞ്ഞ വയലുകളിൽ നിലമെടുക്കുക ഞങ്ങൾ അണിനിരക്കുന്നു. സ്നേഹവും ത്യാഗവും നുകർന്നു ഞങ്ങൾ സേവനത്തിൻ